നിങ്ങൾക്കറിയാമോ, ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇരകളാണ് സ്ത്രീകളെന്ന്? കേരളം ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ലിംഗസമത്വത്തെയും കുറിച്ച് സുദീർഘമായ ചർച്ചകൾ നടത്തുന്ന സമയമാണ്. ലിംഗനീതിക്കായി ഒരു വിഭാഗം സ്ത്രീകൾ വലിയൊരു പോരാട്ടം തന്നെ നടത്തുകയാണ്. ഇരുളടഞ്ഞ ഇന്നലകളിൽ ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന നരകയാതനകളുടെ പ്രേതം ഇവിടുത്തെ പെണ്ണുടലുകളെ ഇന്നും വേട്ടയാടുന്നുണ്ട്. സ്ത്രീയെ വെറും ശരീരമായി മാത്രം കാണുകയും ഉപഭോഗ സംസ്കാരത്തിലെ ഉപകരണം മാത്രമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നു എന്നതല്ല, ആ ചിന്തകൾ പേറുന്നവരിൽ പലരും നമ്മുടെ മനോരഥങ്ങളിലെ വീരനായകരാണ് എന്നുള്ളതാണ്. പെണ്ണുടലുകൾക്കുള്ളിലെ ആത്മാവിനെയോ ആ ആത്മാവിനുള്ള ആത്മാഭിമാനത്തെയോ മാനിക്കാത്ത മനുഷ്യൻ ഇന്നും ഈ നാട്ടിലുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ ഇരകളാക്കപ്പെട്ട പെൺസമൂഹം ഇന്ന് നിവർന്നു നിന്ന് അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ പലയിടത്തും ഇന്നും സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനം പണയം വെച്ച് കഴിയേണ്ടി വരാറുണ്ട്. അതിൽ പലതും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിലാണ് എന്നത് ശ്രദ്ധേയമാണ്. അത്തരമൊരു ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നഗ്നരായി ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ സമൂഹത്തെയാണ് ഇക്കുറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്ത്രീകൾ തുണിയെടുക്കാത്ത ആ ഇന്ത്യൻ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ ഭുന്തറിന് വടക്ക് കിഴക്കായി പാർവതി നദിയുടെ തീരത്ത് പാർവതി താഴ്വരയിലെ മണികർണ എന്ന ഭൂപ്രദേശം. ഇവിടുത്തെ നിരവധി ഗ്രാമങ്ങളിലൊന്നാണ് പിനി ഗ്രാമം. ജില്ലാ ആസ്ഥാനമായ കുളുവിൽ നിന്ന് തെക്ക് 1 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന തലസ്ഥാനമായ ഷിംലയിൽ നിന്ന് 110 കിലോമീറ്റർ യാത്ര ചെയ്താലേ ഇവിടെ എത്താൻ സാധിക്കൂ. ഇവിടുത്തെ ഒരു വിചിത്രമായ ആചാരമാണ് ഈ ഗ്രാമത്തെ രാജ്യാന്തര തലത്തിൽ പോലും ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ അനുമതിയില്ല. എല്ലാ ദിവസവുമല്ല കേട്ടോ, വർഷത്തിൽ 5 ദിവസം ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി കഴിയണം എന്നാണ് ആചാരം. ഇനി ഏതെങ്കിലും സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ വസ്ത്രം ധരിച്ചാൽ അസുരന്മാർ പിടിച്ചുകൊണ്ടുപോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്നാണ് വിശ്വാസം. ശ്രാവണ മാസത്തിലാണ് ഈ ആചാരം പാലിക്കേണ്ടത്. ആ 5 ദിവസവും സ്ത്രീകൾ പരിപൂർണ്ണ നഗ്നരായി കഴിയണം. ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇക്കാര്യമൊന്ന് സ്ഥിരീകരിച്ച് പോകാമെന്ന് ചിന്തിക്കുകയാണോ നിങ്ങളിപ്പോൾ? നടക്കില്ല. കാരണം ഈ ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള ഒറ്റ ഒരുത്തനെയും ഈ ഗ്രാമത്തിലേക്ക് കാലുകുത്താൻ അവർ അനുവദിക്കാറില്ല. എന്നാൽ ഇനി ഈ ഗ്രാമത്തിലുള്ള ഏതെങ്കിലും പുരുഷ കേസരിയെ സമൂഹ മാധ്യമത്തിലൂടെ കമ്പനി അടിച്ച് ഈ ആചാരത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ കണ്ട് സ്ഥിരീകരിക്കാം എന്ന് കരുതിയാലും നടക്കില്ല. കാരണം ആ ദിവസങ്ങളിൽ ഇവിടുത്തെ പുരുഷന്മാർക്ക് പോലും ഈ സ്ത്രീകളെ കാണാൻ അനുവാദമില്ല. അതായത് പൂർണ്ണ നഗ്നരായി കഴിയുന്ന 5 ദിവസവും ഇവിടുത്തെ സ്ത്രീകൾ വീടിനുള്ളിൽ തന്നെ കഴിയണം. സ്വന്തം വീട്ടിലെ പുരുഷന്മാരുടെ മുന്നിൽ പോലും ഇവർക്ക് വരാൻ അനുവാദമില്ല. ഇനി എന്തിനാണ് ഈ ആചാരം എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വന്നാലോ? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള വിചിത്ര ആചാരങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇവിടുത്തെ വിചിത്ര ആചാരത്തെക്കുറിച്ചും ഒന്നിലധികം കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ചില കഥകൾ നമുക്കൊന്ന് കേട്ടുവരാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രാമം അസുരന്മാർ പിടിച്ചെടുത്തു അത്രേ. ഈ അസുരന്മാർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. മനോഹരമായി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന വിവാഹിതരായ യുവതികളെ കണ്ടാൽ അപ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുപോയി ശാരീരിക ബന്ധത്തിലേർപ്പെടും. ഈ കാരണം കൊണ്ട് ഗ്രാമത്തിലെ സ്ത്രീകൾ ആകെ പെട്ടുപോയി. എങ്ങാനും വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ അസുരന്മാരുടെ കാമപൂരണത്തിന് വഴങ്ങേണ്ടി വരും. ഒടുവിൽ ഗ്രാമവാസികളെ അസുരന്മാരിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു അത്രേ. ആ ദൈവത്തിൻ്റെ പേരും പ്രത്യേകം ഓർത്തു വെച്ചോണം. കാരണം നാം അറിയുന്ന ഇതുവരെയുള്ള അവതാരങ്ങളൊന്നും ആയിരുന്നില്ല അത്. ലഹുവ ഖോണ്ട് എന്ന പേരിലുള്ള ദൈവമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടതത്രേ. ലഹുവ ഖോണ്ട് ദൈവത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരുടെ സൈന്യം അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. അസുരന്മാരുടെ മേൽ ദേവന്മാർ വിജയം വരിച്ചു. ഗ്രാമവാസികളുടെ ജീവിതം സാധാരണ നിലയിലായി. എങ്കിലും ഇന്നും ഗ്രാമവാസികൾ അസുരന്മാർ തങ്ങളുടെ ഗ്രാമം പിടിച്ചെടുത്ത ആ കെട്ട ദിവസങ്ങളെ ഓർക്കുന്നുണ്ട്. എല്ലാ വർഷവും ആ ദിവസങ്ങളിൽ അസുരന്മാർ തങ്ങളുടെ ഗ്രാമത്തിലെത്തുമെന്നും മനോഹരമായി വസ്ത്രം ധരിച്ച യുവതികളെ തട്ടിക്കൊണ്ടുപോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നുമാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. അതിനാൽ ആ ദിവസങ്ങളിൽ സ്ത്രീകൾ പൂർണ്ണമായും വസ്ത്രം ഒഴിവാക്കുന്നു. പൂർണ്ണ നഗ്നരായ സ്ത്രീകളോട് അസുരന്മാർക്ക് വലിയ മമതയില്ലെന്നാണ് ഈ ഗ്രാമവാസികളുടെ വിശ്വാസം. ഈ കഥയോട് ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. ഇവിടെ വില്ലൻ അസുരന്മാരല്ല എന്ന് മാത്രം, ഒരു ഭൂതമാണ് ഈ കഥയിലെ വില്ലൻ. ഈ ഭൂതത്തിനും താല്പര്യം വിവാഹിതരായ സ്ത്രീകളോടായിരുന്നു അത്രേ. വിവാഹിതരായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത് ഈ ഭൂതത്തിൻ്റെ ശീലമായിരുന്നു അത്രേ. ഒടുവിൽ ദൈവസൈന്യമെത്തി ഈ ഭൂതത്തെ വധിച്ച് ഗ്രാമവാസികളെ രക്ഷിക്കുകയായിരുന്നു. കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീകൾ വസ്ത്രമുപേക്ഷിച്ച് വീട്ടിലിരിക്കണമെന്ന ആചാരം ഈ ഗ്രാമം ഇപ്പോഴും പിന്തുടരുകയാണ്. ഈ ആചാരം പാലിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ അപകടം നേരിടേണ്ടി വരുമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഈ ആചാരം പാലിക്കുന്നില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുകയും പിന്നീട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം.
ആരും സ്വയം ദോഷം വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ വർഷത്തിൽ 5 ദിവസം വസ്ത്രം ഉപേക്ഷിച്ച് വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു. സ്ത്രീകൾ മാത്രമല്ല, ഇവിടുത്തെ പുരുഷന്മാരും ഈ കാലയളവിൽ ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾ വിവസ്ത്രരായി വീടുകൾക്കുള്ളിൽ കഴിയുന്ന ഈ 5 ദിവസവും ഈ ഗ്രാമത്തിലെ പുരുഷന്മാർക്ക് മദ്യം നിഷിദ്ധമാണ്. മാംസാഹാരങ്ങളും കഴിക്കാൻ പാടില്ല. സ്ത്രീകളുമായി ശാരീരിക ബന്ധം പാടില്ല എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യയെ പോലും കാണാനും പാടില്ല. ഇനി എങ്ങാനും പരസ്പരം കണ്ട് ഭാര്യ ഒന്ന് ചിരിച്ചാൽ സർവ്വ വ്രതവും ആചാരവും ലംഘിക്കപ്പെടും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളും എത്ര ഭേദമെന്ന് തോന്നുന്നുണ്ടല്ലേ.